സോ കീം 2024 പുതിയൊരു വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അലോട്ട്മെൻറ്റ്സിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. സോ ആദ്യം തന്നെ നമ്മൾ ട്രയൽ അലോട്ട്മെൻറ്റ് വരും, അതിനുശേഷം നമ്മൾ ബാക്കി അലോട്ട്മെൻറ്റ്സ് വരും. ട്രയൽ അലോട്ട്മെൻറ്റിന് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് ഡിസ്കസ് ചെയ്യാം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ ചെക്കിംഗ് പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ട്രയൽ അലോട്ട്മെൻറ്റ് ഒരു കോളേജ് കിട്ടിയാൽ നിങ്ങൾക്ക് ഒരിക്കലും അത് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം അതൊരു കമ്പ്യൂട്ടർ ചെക്കിംഗ് പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടിയത് ചിലപ്പോൾ എറർ ആവാം, ചിലപ്പോൾ അത് തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വരാം. കുറേ കേസസ് ഉണ്ടായിട്ടുണ്ട്. ട്രയൽ അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടി, പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഓപ്ഷൻ പോലും കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ CEൻ്റെ ആൾക്കാർ കമ്പ്യൂട്ടർ ചെക്കിംഗ് ആയിട്ടാണ് കാണുന്നൊരു പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ അത് കിട്ടിയെന്ന് വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾക്ക് അത് കൺഫേം ചെയ്യില്ല. ജസ്റ്റ് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു ലെവലിൽ അതിന് എടുക്കാൻ പാടില്ല. പലരും അത് സീരിയസ് ആക്കി എടുത്ത് കിട്ടി നല്ലത് എല്ലായിടത്തും പറഞ്ഞ് അവസാനം ഫസ്റ്റിൽ കിട്ടിയില്ല റിഗ്രറ്റ് അടിച്ച കുറേ പേരെ എനിക്കറിയാം. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും, ഞാൻ വീഡിയോ ഒന്നും ചെയ്യാത്ത ആ സമയത്ത് തന്നെ എൻ്റെ ഫ്രണ്ട്സിന് കുറേ പേർക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് ഉണ്ട്. കഴിഞ്ഞ വർഷം കുറേ മെയിൽ വന്നതാണ്, ചേട്ടാ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടി, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, കമ്പ്യൂട്ടേഴ്സിന് എറേഴ്സ് വരാം. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നത്. അതാണ് ട്രയൽ അലോട്ട്മെൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ബാക്കി ഇമ്പോർട്ടൻറ്റ് അലോട്ട്മെൻറ്റ്സിലോട്ടോ. അതിന് നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എടുക്കാം. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഒരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് 100% ഫിക്സ് ചെയ്യുക. ഈ ഓപ്ഷൻസ് നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. അത് തന്നെയാണ് നിങ്ങൾക്ക് ആദ്യം കിട്ടിയ ഓപ്ഷൻസ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുക. നിങ്ങൾക്ക് ആ കോളേജ് 100% ഉറപ്പിക്കുക, എനിക്ക് ഈ കോളേജ് കിട്ടി. അത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക, അതാണ് എനിക്ക് കിട്ടിയ കോളേജ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്ന ഉറപ്പിക്കുക. ട്രയൽ അലോട്ട്മെൻറ്റിൽ ഉറപ്പിക്കാൻ പറ്റില്ല. ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫീസ് അടയ്ക്കണമെന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ട. കൃത്യമായിട്ട് പറയാം, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾ ഫീസ് അടയ്ക്കണം. നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടതെന്ന് വെച്ചാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിലായിരിക്കും. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഫീസ് അടയ്ക്കണം. ഓക്കെ, സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾ ഫീസ് അടയ്ക്കണം. അത് ഓൺലൈനായിട്ടായിരിക്കും ആദ്യം അടയ്ക്കേണ്ടി വരിക. അധിക കേസസിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ തേർഡ് അലോട്ട്മെൻറ്റിലായിരിക്കും. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ചിലപ്പോൾ നിങ്ങൾ കോളേജിലും പോകേണ്ടി വരും. അങ്ങനത്തെ കേസ് വരും, അത് പറയാൻ പറ്റും. ചില സമയത്ത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾ കോളേജിൽ പോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഒരു ഓപ്ഷൻ കിട്ടി, അത് കൺഫേം, അത് ഉറപ്പിക്കുക. ശേഷം നിങ്ങൾ കൺഫേം എന്നൊരു ഓപ്ഷൻ നെക്കാനുണ്ട്. അതൊക്കെ നമ്മൾ വീഡിയോൻ്റെ സമയത്ത് ചെയ്യും. കൺഫേം എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് നെക്കാനുണ്ട്. ഈ കൺഫർമേഷൻ നിൽക്കിയാൽ മാത്രമേ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോട്ട് പരിഗണനപ്പെടൂ. അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ സെയിം കോളേജ് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതിനൊക്കെ ഓപ്ഷൻസ് നമ്മൾ അപ്പോൾ വീഡിയോ ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയണം. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ കൺഫേം കൊടുത്താൽ സെക്കൻഡിലെത്തും. സെക്കൻഡിൽ ഒരു കോളേജ് കിട്ടിയാൽ നമ്മൾ ഫീസ് അടയ്ക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ കോളേജിലേക്ക് പോകേണ്ടി വരും നേരിട്ട്. ഇനി തേർഡ് അലോട്ട്മെൻറ്റും മോപ്പപ്പ് അലോട്ട്മെൻറ്റും വളരെ പ്രധാനപ്പെട്ടാണ്. അത് പറയുന്നതിന് നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ആയിട്ടൊരു കാര്യം. ജസ്റ്റ് ഇത് നിങ്ങളുടെ കീം ജേണിയിൽ നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ആയിട്ടൊരു വാട്സപ്പ് ബോട്ടാണ്. സോ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കീം കൗൺസിലിംഗ്, അതേപോലെ തന്നെ കീമിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ കീമിൻ്റെ ബ്രാഞ്ചസ് എങ്ങനെ സെലക്ട് ചെയ്യണം, അങ്ങനെ കുറേ ഡാറ്റാസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ആയിട്ടുള്ള വാട്സപ്പ് ബോട്ടാണ്. സോ എല്ലാവരും കമൻറ്റ് ബോക്സ് കൊടുത്ത ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കും ക്ലിക്ക് ചെയ്തിട്ട് എൻറോൾ ചെയ്യുക. ഹൈലി യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ പറയാൻ പോകുന്നത് അലോട്ട്മെൻറ്റ് 3യും അതേപോലെ തന്നെ മോപ്പപ്പ് അലോട്ട്മെൻ്റ് ആണ്. അലോട്ട്മെൻറ്റ് 3 എന്ന് പറഞ്ഞാൽ അലോട്ട്മെൻറ്റ് 2ൽ നിങ്ങളിപ്പോൾ നേരിട്ടൊരു കോളേജ് പോയിട്ട് നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുത്തു. പക്ഷേ നിങ്ങൾക്കിപ്പോൾ കിട്ടിയ ഒരു കോളേജ് എന്ന് പറഞ്ഞാൽ GEC ആണ്. പക്ഷേ നിങ്ങൾക്ക് CET ഹയർ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ CETക്ക് വേണ്ടി നിങ്ങൾ വീണ്ടും എന്താണ് ഇവിടെ ഒരു കൺഫർമേഷൻ നിൽക്കി. കൺഫർമേഷൻ നിൽക്കി നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് നിങ്ങൾക്ക് CET കിട്ടി. പക്ഷേ നിങ്ങൾ ഇനി വീണ്ടും CET പോകണ്ട, ആ ഫീസ് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫർ ആയിക്കോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എന്താ ചെയ്യാനുള്ള പ്രശ്നം. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ടൈമിൽ കോളേജിൽ പോയാൽ മതി അലോട്ട്മെൻറ്റ് സമയത്ത്. അപ്പം അലോട്ട്മെൻറ്റ് സമയത്ത് ഏതെങ്കിലും ഒരു ടൈമിൽ കോളേജിൽ പോയാൽ മതി. വീണ്ടും കേൾക്കുക, അലോട്ട്മെൻറ്റ് ടൈമിൽ. അപ്പോൾ അലോട്ട്മെൻറ്റ് 2ൽ നിങ്ങൾ പോകുകയാണെങ്കിൽ 3ൽ നിങ്ങൾ പോകേണ്ടി വരില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കേസ്. അങ്ങനെ നിങ്ങൾ പോയിട്ട് കൺഫർമേഷൻ ഫീസും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് വെരിഫിക്കേഷനും അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ മോപ്പപ്പ് അലോട്ട്മെൻറ്റ്. ഞാൻ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് സെപ്പറേറ്റ് വീഡിയോ നമ്മൾ അടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഇതിൽ മോപ്പപ്പ് അലോട്ട്മെൻറ്റ് വരെ പറയുന്നുണ്ടാവുള്ളൂ. മോപ്പപ്പ് അലോട്ട്മെൻറ്റ് ഒരു ഓൺലൈൻ അലോട്ട്മെൻറ്റ് തന്നെയാണ്. പലർക്കും ഡൗട്ട് ഉണ്ട്, അത് ഓഫ്ലൈൻ ആണോ കോളേജ് നേരിട്ടാണോ. ഓൺലൈൻ ആയിട്ട് തന്നെയാണ്. ഈ 3 അലോട്ട്മെൻറ്റിനകത്ത് ബാക്കി വരുന്ന ഗവൺമെൻറ് സീറ്റുകൾ ഫില്ല് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് സീറ്റ് ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് ആണത്. ബാക്കി വരുന്ന സീറ്റ് ഫില്ല് ചെയ്യാൻ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വീണ്ടും രജിസ്റ്റർ ചെയ്യുക. അതിൽ നിങ്ങൾ വീണ്ടും മനസ്സിലാക്കുക, ഈ 3 അലോട്ട്മെൻറ്റിൻ്റെ അകത്തും നിങ്ങൾക്ക് ഒരു കോളേജ് കിട്ടിയില്ലെങ്കിലും ഇനിയിപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ നിങ്ങൾ പങ്കെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് മോപ്പപ്പിൽ പങ്കെടുക്കാം. കാരണം മൊബൈൽ ബാക്കി വരുന്നത്. അപ്പോൾ ഈ മോപ്പപ്പ് അലോട്ട്മെൻറ്റ് ഒരു കേസ് ഞാൻ വീണ്ടും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഓരോ അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് അവൈലബിൾ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ECയിൽ അല്ലെങ്കിൽ ഞാൻ കമ്പ്യൂട്ടർ സയൻസിലെ ഒരു കുട്ടിക്ക് 600 റാങ്കിന് അഡ്മിഷൻ കിട്ടിയെന്ന് വെറുതെ വിചാരിക്കും. എക്സാമ്പിൾ പറയുകയാണ് 600 റാങ്കിന്. പക്ഷേ നിങ്ങളുടെ റാങ്ക് ഒരു 630 ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു 630 പിടിക്കുക. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ കിട്ടുന്ന ഉറപ്പിക്കരുത്. കാരണം ഈ നീറ്റ് JEE പോലത്തെ കുട്ടികൾ സ്റ്റുഡൻസ് കഴിഞ്ഞ വർഷം നടന്ന സംഭവമാണ്. അപ്പോൾ കുറേ ഡൗട്ടുകൾ ഈ വർഷം തന്നെ മനസ്സിലാവും. നീറ്റ് JEEക്ക് പോയ കുട്ടികൾ ചിലപ്പോൾ അവിടെ വിചാരിച്ച കോളേജിൽ കിട്ടാത്തപ്പോൾ അവരെന്താക്കും, കീമിൽ നല്ലൊരു കോളേജ് എടുക്കുക വെച്ചാൽ അവർ തിരിച്ചു വരും. അവർ തിരിച്ചു വരുമ്പോൾ എന്ത് സംഭവിക്കും, നേരത്തെ 600 കിട്ടിയ ഒരു കുട്ടീനേക്കാളും കുറവായിരിക്കും ചിലപ്പോൾ അവരുടെ കീമിൻ്റെ റാങ്ക്, ഒരു 500 ഒക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് കിട്ടും. അപ്പോൾ വീണ്ടും ആ ലാസ്റ്റ് റാങ്ക് ഡിഫറൻസ് വന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ഇപ്പോൾ 630 കുട്ടി വെയിറ്റ് ചെയ്തിരിക്കും ചിലപ്പോൾ കിട്ടാതിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി
മനസ്സിലാക്കുക. കാരണം അങ്ങനെ കുറേ പ്രോസസ്സ് സംഭവിക്കാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അലോട്ട്മെൻറ്റ് 1 നിങ്ങൾ കോളേജിൽ പോകണ്ട, നിങ്ങൾ ജസ്റ്റ് കൺഫേം ചെയ്യുക. കൺഫേം കൊടുത്താൽ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കപ്പെടും. സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മിക്കവാറും നിങ്ങൾ കോളേജിൽ പോയിട്ട് ഫീസും കാര്യങ്ങളൊക്കെ അടയ്ക്കണം. ഡോക്യുമെൻറ്റ്സ് വെരിഫിക്കേഷനൊക്കെ ചെയ്യണം. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോസ് ഉടനെ തന്നെ വരും. അലോട്ട്മെൻറ്റ് 2 കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് 3ലേക്ക് പോകാം. നിങ്ങൾ അവിടെ കൺഫേം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കോളേജ് കിട്ടുകയാണെങ്കിൽ ഫീസ് ഓട്ടോമാറ്റിക്കലി കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ആയിക്കോളും. ഇൻക്ലൂഡിങ് ഡാറ്റ വെരിഫിക്കേഷൻ നിങ്ങൾ വീണ്ടും പോകണ്ട. എല്ലാം കഴിഞ്ഞ് ബാക്കി വരുന്ന സീറ്റ്സ് എന്ത് ചെയ്യും? നിങ്ങൾ എങ്ങനെ ഫില്ല് ചെയ്യും? ബാക്കി വരുന്ന സീറ്റ്സ് നൈസായിട്ട് നിങ്ങൾ മോപ്പപ്പ് അലോട്ട്മെൻറ്റ് അത് ഫില്ല് ചെയ്യും. മോപ്പപ്പ് അലോട്ട്മെൻറ്റ് നിങ്ങൾ ഓൺലൈൻ അലോട്ട്മെൻറ്റാണ്. അതിലൊരു കോളേജിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റയറാണ്. കാരണം റയറല്ല മീൻസ് സീറ്റുകൾ വളരെ കുറവായിരിക്കും. ഈ 3 അലോട്ട്മെൻറ്റ് സീറ്റുകൾ ഉണ്ടാവില്ല. ഓരോ അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ സീറ്റ് കുറയുകയാണ് ചെയ്യുക. കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ്. പിന്നെ പലരും ചോദിക്കുന്നതാണ് എത്ര അലോട്ട്മെൻറ്റ്. കാരണം ഈ 4 അലോട്ട്മെൻറ്റ് ഉണ്ടാവും. അതിനുശേഷം സ്പോട്ട് അലോട്ട്മെൻറ്റ് കൂടി ഉണ്ടാവും. സ്പോട്ട് അലോട്ട്മെൻറ്റ് സെപ്പറേറ്റ് വീഡിയോ നമ്മൾ അടുത്ത ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഓൺലി ടു കീം സ്റ്റുഡൻസ്, വേറെ നിങ്ങൾ ചെയ്യേണ്ട. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ. ഇറ്റ്സ് ഫോർ യു, നോട്ട് ഫോർ മീ.